എന്റെ മെയിന്റനൻസ് പോർട്ടലിൽ ഞാൻ വീട്ടിലില്ലെന്ന് കാണിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ 6 ദിവസമായി ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ വെള്ളം കുടിക്കുന്ന ഗ്ലാസിന്റെ വക്കത്തിരുന്ന ഒരു ഈയത്തെക്കൊണ്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ രണ്ടായി, താമസിയാതെ അവ എല്ലായിടത്തും നിറഞ്ഞു. ഒരു പള്ളിയിലെ ബെഞ്ചിലെന്നപോലെ എന്റെ കൗണ്ടറുകളിൽ അവ നിരനിരയായിരുന്നു. പിന്നെ ആ മണം വന്നു. അഴുകിയ മണമല്ല, പക്ഷേ മൂക്കിലേക്ക് അടിക്കുന്ന ഒരു മധുരമുള്ള മണം. ഒരു പൂച്ചട്ടിയിൽ ഒരുപാട് കാലമിരുന്ന പൂക്കളുടെ മണം പോലെ. ഞാൻ ഒരു മെയിന്റനൻസ് റിക്വസ്റ്റ് നൽകി, പക്ഷേ അതിന്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെയായിരുന്നു: ടെക്നീഷ്യന് പ്രവേശനം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഈ സമയം മുഴുവൻ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ കോളുകൾ കണക്ട് ആയില്ല. സഹപ്രവർത്തകർക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു, പക്ഷേ സെൻഡ് ബട്ടൺ അമർത്തിയ നിമിഷം തന്നെ മെസ്സേജുകൾ അപ്രത്യക്ഷമായി. അപ്പോഴാണ് എന്റെ കവിളിലെ ഒരു പാട ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ അതിൽ അമർത്തി നോക്കി, പക്ഷേ വേദനിച്ചില്ല. എനിക്ക് ഒന്നും തോന്നിയില്ല. അപ്പോഴാണ് എന്റെ മുഖത്തിനുള്ളിൽ എന്തോ ഒന്ന് ചലിക്കുന്നത് ഞാൻ അറിഞ്ഞത്. എന്റെ മൂക്കിലൂടെ ഒരു ഈയ പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. ഞാൻ പരിഭ്രാന്തയായി. സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു എമർജൻസി റിക്വസ്റ്റ് നൽകി. പോർട്ടൽ റിഫ്രഷ് ആയി. അതിൽ ഒരു വരി മാത്രം ഉണ്ടായിരുന്നു: താമസസ്ഥിതി പരിശോധനയ്ക്കായി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി പോലീസ് വന്നു. അവർ എന്നെ ശ്രദ്ധിക്കാതെ എന്റെ അരികിലൂടെ നടന്നുപോയി. അവരുടെ ശബ്ദങ്ങൾ ഹാളിൽ മുഴങ്ങിക്കേട്ടു. അവർ എന്റെ ബെഡ്റൂം തുറന്നു. ഈയങ്ങളുടെ ഒരു വലിയ കൂട്ടം ലിവിംഗ് റൂമിലേക്ക് ഒഴുകിവന്നു. കട്ടിലിനരികിലെ തറയിൽ ഒരു രൂപം കിടന്നിരുന്നു. ഞാൻ കുറെ നേരമായി അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഓഫീസർമാരിൽ ഒരാൾ തറയിലേക്ക് നോക്കി ചോദിച്ചു: അവൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ അവന്റെ തൊട്ടുമുന്നിൽ തന്നെ നിൽക്കുകയാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ശ്രമിച്ചു. ഈ ആഴ്ച മുഴുവൻ ഞാൻ ഇവിടെ തന്നെയായിരുന്നു എന്ന് അവനോട് പറയാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ തൊണ്ടയിൽ നിന്ന് ഒരു വരണ്ട, പൊള്ളയായ ശബ്ദം മാത്രമേ പുറത്തുവന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആരും എന്നെ നോക്കാത്തതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ആരും എന്നോട് സംസാരിക്കാത്തത്?